കാസർഗോഡൻ കാർഷിക മേഖലയിൽ പെൺകരുത്തിന്റെ പ്രതീകമായി നമോ ഡ്രോൺ ദീദിമാർ. ജില്ലയിലാകെ 264 കർഷകരുടെ 600 ഏക്കറോളം കൃഷിയിടത്തിലാണ് ദീദി പൈലറ്റുമാർ ഡ്രോൺ പറത്തിയത്. ഏക്കറുകൾ നീണ്ടുകിടക്കുന്ന കൃഷിയിടത്തിൽ വളമിടാനും കീടനാശിനി തെളിക്കാനും ആളെ കിട്ടാതെ വിഷമിക്കുന്ന കർഷകരുടെ കാലം കഴിഞ്ഞു. പറന്നു ചെന്ന് പണി തീർക്കാൻ ജില്ലയിലെ പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഡ്രോൺ ദീദിമാർ സജീവമാണ്. കേന്ദ്ര സർക്കാരിന്റെ നമോ ഡ്രോൺ ദീദി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലെ 7-അംഗ വനിതാ സംഘം ഡ്രോൺ സഹായത്തോടെയുള്ള കൃഷി പരിപാലനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ജില്ലയിലെ കർഷകർക്ക് ഈ പദ്ധതി വലിയ തോതിൽ ഉപകാരപ്പെടുന്നുണ്ട്. ഇതിനോടകം ജില്ലയിലെ 264 കർഷകരുടെ 600 ഏക്കറോളം വരുന്ന കൃഷിയിടങ്ങളിലാണ് ഈ ഡ്രോൺ സേവനം ലഭിച്ചത്. മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കുന്ന ജോലികൾ മിനിറ്റുകൾക്കുള്ളിൽ കൃത്യതയോടെ തീർക്കാൻ ഈ ഡ്രോൺ ദീദിമാർക്ക് സാധിക്കുന്നുണ്ട്. നീതു AV, സക്കീന PS, ശ്രുതി PS, രജനി K, ജിജി സതീഷ്, ശ്രുതി അനിൽ, സിൽന KV എന്നിങ്ങനെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി താമസിക്കുന്ന ഈ 7 വീട്ടമ്മമാരും ഡ്രോൺ പറത്താനുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒത്തുചേരുകയും തങ്ങളുടെ ഡ്രോണുകളും ബാറ്ററി പാക്കപ്പുമായി ജോലിസ്ഥലത്തേക്ക് പോകുകയാണ് പതിവ്. ഓരോരുത്തരുടെയും ബാറ്ററികൾ മാറി മാറി ഉപയോഗിക്കുന്നത് വഴി ഇവർക്ക് 1.5 മണിക്കൂറുകളോളം തുടർച്ചയായി ഡ്രോൺ പറത്താൻ സാധിക്കും. ഏക്കർ കണക്കിന് കൃഷിയിടത്തിൽ ഫെർട്ടിലൈസർ ചെയ്യാൻ ഈ സമയം കൊണ്ടാവും. തൊഴിലാളികളെ വെച്ച് ആഴ്ചകളോളം ചെയ്യേണ്ട ജോലി 1-2 മണിക്കൂറുകൾ കൊണ്ട് കീടനാശിനി തെളിക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് കഴിയുമെന്ന് ഡ്രോൺ ദീദിമാരിൽ ഒരാളായ പൊയ്നാച്ചി തൂവൽ സ്വദേശി രജനി K പറയുന്നു. അപ്പൊ ഇപ്പൊ മൊത്തത്തിൽ 2 വർഷത്തിന്റെ ഇടയിൽ നമ്മൾ 600 ഏക്കറോളം നമ്മൾ ഫെർട്ടിലൈസേഷൻ ചെയ്തു. അതിന്റെ പ്രയോജനം 264 കർഷകർക്ക് കിട്ടി. അപ്പൊ അത് വലിയൊരു കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ആഴ്ചതോറും പണിയെടുക്കുന്ന കാര്യങ്ങൾ നമ്മ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മ ചെയ്തിട്ട് തീർത്തിട്ട് വരാറുണ്ട്. പ്രധാനമായിട്ടും നമ്മ നെൽകൃഷിക്കും പച്ചക്കറിക്കുമാണ് ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ റബ്ബറിന് എല്ലാം ചെയ്യാൻ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മ കവുങ്ങിനാണ് കൂടുതൽ കർഷകർ വിളിക്കുന്നത്. പക്ഷെ കവുങ്ങിനാകുമ്പോ ഇത് അടിയിന്ന് കൊടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് അത്രക്ക് നമുക്കൊരു എക്സ്പെർട്ട് ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ നാം പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് നെൽകൃഷിയും പച്ചക്കറിയുമാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷിരീതി ഏറെ ഉപകാരപ്രദമാണെന്ന് കർഷകനായ സുനിൽ കുമാർ പറഞ്ഞു. ഒരുപാട് ദിവസത്തെ പരിശ്രമം ഉണ്ടാവും. മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് മരുന്നടിക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് 1/2 മണിക്കൂറിനകത്ത് നമ്മളെ മൊത്തം മരുന്നടിച്ച് തീർക്കാനുള്ള സംവിധാനമുണ്ട്. അയറാണെങ്കിൽ തന്മാത്ര ചെറിയ കണിക അയറുകളുണ്ടല്ലോ, അതെല്ലാം ഇവരെ പെട്ടെന്ന് അടിച്ചു തരാൻ സഹായിക്കുന്നുണ്ട്. അത് നല്ലൊരു വനിതാ കൂട്ടായ്മ എന്ന നിലയിൽ നല്ലൊരു സംരംഭമാണ്. റോക്കർ സ്പ്രേയർ ഉപയോഗിച്ച് 2-3 ആൾക്കാരെ പ്രയത്നം ഉണ്ടായിരുന്നു. അത് സമയം മഴയാണെങ്കിൽ പെട്ടെന്ന് അടിച്ചു തീർക്കാൻ പറ്റില്ല, ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനും എത്രയും പെട്ടെന്ന് തന്നെ അടിച്ചു തീർക്കാൻ വേണ്ടി അവർക്ക് പറ്റുന്നുണ്ട്. പച്ചക്കറി കൃഷിക്കെല്ലാം കുറേ വ്യാവസായികമായിട്ട് വലിയ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗുണം ചെയ്യും. അല്ല, ചെറിയ രീതിയിലാകുമ്പോൾ ഇവർക്ക് സെറ്റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വ്യാവസായികമായിട്ട് വലിയ രീതിയിൽ കുറേ ഏരിയയിലേക്ക് കൃഷി വ്യാപിപ്പിച്ചാൽ നല്ല ഗുണമായിരിക്കും. അതുപോലെ വാഴ കൃഷിയിലും എല്ലാം ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റിയെങ്കിൽ നമുക്ക് നല്ല ഉപകാരപ്രദമായിരിക്കും. ഇത് സമയലാഭത്തോടൊപ്പം കർഷകരുടെ അധ്വാനഭാരവും ഗണ്യമായി കുറയ്ക്കുന്നു. കൃത്യമായ പരിശീലനം പൂർത്തിയാക്കി ഇവർ കർമ്മരംഗത്ത് സജീവമായതോടെ കാസർഗോഡിന്റെ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റത്തിനാണ് വഴി തുറക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതോടൊപ്പം തന്നെ വനിതകൾക്ക് സ്വയം തൊഴിലും വരുമാനവും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കഴിഞ്ഞ 2 വർഷത്തെ വിജയകരമായ മുന്നേറ്റത്തിനു ശേഷം പദ്ധതി കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. ജില്ലയിലെ പ്രധാന കാർഷിക വിളകളായ കമുക് കൃഷിക്കും റബ്ബർ കൃഷിക്കും ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തെളിക്കാനായാൽ ഏറെ കർഷകർക്ക് പ്രയോജനകരമായി തീരും ഇവരുടെ സേവനങ്ങൾ. അതുവഴി ഇവർക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വരുമാനവും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കാർഷിക മേഖലയിൽ പെൺകരുത്തിന്റെ പ്രതീകമാവുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഈ ദീദി പൈലറ്റുമാർ. കേന്ദ്ര സർക്കാരിൻ്റെ നമോ ഡ്രോൺ ദീദി പദ്ധതി പ്രകാരം സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ ജില്ലയിൽ നിന്നുള്ള 7-അംഗ വനിതാ സംഘമാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള കാർഷിക പരിപാലനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതുപ്രകാരം കഴിഞ്ഞ 2 വർഷം കൊണ്ട് 600 ഏക്കർ കൃഷിഭൂമിയിലാണ് ഈ ഡ്രോൺ ദീദി പൈലറ്റുമാർ തങ്ങളുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കൃഷിയിടത്തിൽ വളമിടുകയും കീടനാശിനി തളിക്കുകയും ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് പൊയ്നാച്ചിയിൽ നിന്നും K സതീശൻ, ദൂരദർശൻ ന്യൂസ്.